അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നിരന്തരമായി കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഒരു വീഡിയോ, സ്ത്രീയുടെ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോയും കാണാനിടയായി. ആ സ്ത്രീക്ക് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട്, ഇസ്ലാമിനെ കളിയാക്കി വീഡിയോ ചെയ്തതുകൊണ്ട് ആ സ്ത്രീക്ക് വലിയ ഒരു ബുദ്ധിമുട്ട്, വലിയൊരു പ്രയാസം വന്നെത്തിയിരിക്കുന്നു. ആ സ്ത്രീക്ക് 8ൻ്റെ പണി വന്നിരിക്കുന്നു, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കാണാനിടയായി. സത്യത്തിൽ ഇതിൽ വല്ല സത്യാവസ്ഥയും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ സ്ത്രീയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ച് നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം 160R എന്ന് പറയുന്ന ഒരു ബൈക്ക്. അപ്പോൾ തൽക്കാലം അതൊന്ന് കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. 2020 ഓക്കെ, ഇതാണ് ആ വീഡിയോ. അഥവാ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബൈക്ക് ആ സ്ത്രീ വിൽക്കുകയാണ്. പിന്നെ ആ വീഡിയോയ്ക്ക് ശേഷം ആ വണ്ടിയുടെ രജിസ്ട്രേഷനും മോഡൽ നമ്പറൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ആദ്യമായിട്ട് ചോദിക്കുന്നത്, സത്യത്തിൽ ഇതാണോ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്? ആ സ്ത്രീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അത് നമുക്ക് വിശദീകരിക്കാം, അതിലേക്ക് ഞാൻ വരാം. ആ സ്ത്രീ ഇവിടെ പറയുന്നത്, ആ സ്ത്രീയുടെ ബൈക്ക് വിൽക്കുന്നു. നമ്മളാരും നമ്മുടെ ബൈക്ക്, നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളാരും ബൈക്ക് വിൽക്കാറില്ലേ? നമ്മൾ ബൈക്ക് വിൽക്കാറുണ്ട്. പലരും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സ്ഥലം വിൽക്കാറുണ്ട്, അതുപോലെ തന്നെ വീട് വിൽക്കാറുണ്ട്. എന്തിനധികം പറയുന്നു, സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് പലരും അവനവൻ്റെ കിഡ്നി തരെ വിൽക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിനെതിരെ കുറ്റം പറഞ്ഞത് കൊണ്ടാണ് എന്ന് വരുമോ എന്നാണ്. ഒരിക്കലുമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും ശിക്ഷിക്കുകയില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആരെയും എത്ര വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അയാളെ ഒരിക്കലും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കുകയില്ല. ശിക്ഷയും പ്രതിഫലവും കൂലിയുമെല്ലാം അള്ളാഹു നൽകുന്നത് നമ്മുടെ മരണത്തിന് ശേഷമാണ്. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. മരണത്തിന് ശേഷമേ നമുക്ക് പ്രതിഫലങ്ങളും കൂലിയും അതുപോലെ തന്നെ ചെയ്തതിനുള്ള ശിക്ഷയും ഒക്കെ അള്ളാഹു നമുക്ക് മരണശേഷം നാളെ ആഖിറത്തിൽ വെച്ചാണ് അള്ളാഹു തരുന്നത്. ഇവിടെ വെച്ച് ആരെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഗാമികളായി വന്ന പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അള്ളാഹു ശിക്ഷ ഇറക്കിയിട്ടുണ്ട്. ആ ശിക്ഷയാണ് അത്തരം ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഇതുപോലെയുള്ളൊരു വണ്ടി വിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരലോ ഒരിക്കലും അള്ളാഹുവിൻ്റെ ശിക്ഷയില്ല. അതൊക്കെ ഒരു പരീക്ഷണം എന്ന് നമുക്കും വേണമെങ്കിൽ അതിനെ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരിക്കലും തന്നെ ഈ ഭൂമിയിൽ ആരെയും ശിക്ഷിക്കുകയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കാത്ത, കുറ്റം പറയാത്ത, മുസ്ലിമായ പൂർണ്ണമായ മുഅ്മിനായ എത്ര ആളുകൾക്ക് ഇവിടെ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്നുണ്ട്? എത്ര ആളുകൾക്ക് വലിയ വലിയ രോഗങ്ങൾ സംഭവിക്കുന്നുണ്ട്? അതെങ്ങനെ വരുന്നു? അപ്പോൾ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിനെ വിമർശിച്ചതുകൊണ്ട് ഒരാൾക്ക് അസുഖം വന്നു എന്ന് പറയാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് അതൊന്നും ചെയ്യാത്ത വ്യക്തികൾക്കും അസുഖങ്ങൾ വരുന്നില്ലേ? അതെന്തുകൊണ്ടാണ് വരുന്നത്? അപ്പോൾ ഇസ്ലാമിനെ കുറ്റം പറയലും ഇസ്ലാമിനെ വിമർശിക്കലും ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഏർപ്പാടല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന, ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ വേണ്ടി എഴുതുകയും ജീവിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഇസ്ലാമിനെതിരെ കുതിര കയറാൻ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇസ്ലാമിനൊരു പോറൽ പോലും ഏറ്റിട്ടുമില്ല, ഇനി ഏൽക്കാനും പോകുന്നില്ല. അത് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇസ്ലാം ഇതാ പൊളിഞ്ഞു പോകാൻ പോകുന്നു, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഇതാ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പോകുന്നു, അതൊക്കെ അവരുടെ വെറും വ്യാമോഹം മാത്രമാണ്. ഇസ്ലാമിനെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. ഇവിടെ ഖുർആൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്ലാമും ഇവിടെ നിലനിൽക്കും. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായിട്ടും ഖുർആൻ നാം ആണ് ഇറക്കിയത്, നാം തന്നെ അതിന് ഖിയാമത്ത് നാൾ വരെ സംരക്ഷണം കൊടുത്ത് നിലനിർത്തുക തന്നെ ചെയ്യും. ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. മുസ്ലിമീങ്ങളും ഇവിടെ ജീവിക്കും.
പക്ഷേ കുറ്റം പറയുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വെച്ചുകൊണ്ട് ഇവർക്ക് യാതൊരു ശിക്ഷയും കിട്ടുകയില്ല. മറിച്ച് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ത്രീ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളും എന്ന് വേണ്ട എല്ലാ മതക്കാരും വളരെ സാഹോദര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇവിടെ ജീവിച്ചു പോരുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു വിഷമം അവരുടെ ഹൃദയത്തിലുണ്ടാകും. അത് അവരെ വേദനിപ്പിക്കലാകും. കാരണം ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്, എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്, വീഡിയോ ചെയ്യാനുണ്ട്. അതിലൊന്നും ഇടപെടാതെ കേവലം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത ഒരുപാട് ആരോപണങ്ങൾ പറയുന്നു. ഇനി ഈ പറയുന്ന ആരോപണങ്ങൾ നമ്മൾ എന്നോ കേൾക്കാൻ തുടങ്ങിയതാണ്. ഇസ്ലാം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ഈ ഇസ്ലാമിനെതിരെ രംഗത്ത് വരുന്ന ആളുകൾ ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ് ഇവരും പറയുന്നത്. പുതുതായിട്ട് ആരും ഇവിടെ ഇസ്ലാമിനെതിരെ കൃത്യമായ തെളിവോടുകൂടി ഒരാളും ഒരു കാര്യവും ഇവിടെ ഉന്നയിച്ചിട്ടില്ല. ഇവിടുത്തെ യുക്തിവാദികളും യുക്തിയില്ലാത്ത വാദികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്തി വരുന്ന ആരോപണങ്ങളാണ്. അതിനൊക്കെ വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ അക്കമിട്ട് വളരെ രേഖാസഹിതം അവരതിനൊക്കെ മറുപടി നൽകിയിട്ടുമുണ്ട്. ഇവർ ഈ പറയുന്നതിനൊന്നും യാതൊരു കഴമ്പുമില്ല. അത്തരം കാര്യങ്ങളാണ് ഇപ്പോഴും ഈ ആളുകൾ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഇസ്ലാമിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിശ്വാസമനുസരിച്ച് അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലാണ് അവനക്ക് കൂലിയും ശിക്ഷയും എല്ലാം ലഭിക്കുന്നത്. നമ്മളൊക്കെ ഖുർആൻ ഓതി തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അർ റഹ്മാൻ എന്ന് നമ്മളൊക്കെ അർത്ഥം വെച്ച് പഠിക്കുന്നത് തന്നെ ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്ന അള്ളാഹു എന്നാണ്. അഥവാ ഇവിടെ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കും അള്ളാഹുവിനെ വഴിപ്പെടാതെ തോന്നിയതുപോലെ ഒരുപക്ഷെ അള്ളാഹു ഒന്നില്ല, ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് വരെ അള്ളാഹു നിഅമത്ത് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും അള്ളാഹു കൊടുക്കും. അള്ളാഹുവിനെ നിഷേധിക്കാതെ മുത്തഖിയായി ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇവിടെ കാലാകാലം പ്രയാസമായിരിക്കും. ചിലപ്പോൾ അള്ളാഹുവിനെ നിഷേധിച്ച് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാരിക്കോരി കൊടുക്കും. അവനൊരുപാട് സമ്പത്തുണ്ടാവും, അവനക്കൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇവിടെ നമ്മളതൊന്നും നോക്കാനേ പാടില്ല. ഈ ദുനിയാവിൽ ഒരാൾക്ക് കിട്ടുന്നതനുസരിച്ച് ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുന്നതോ ഒരാൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതോ കണ്ടിട്ട് ഒരിക്കലും അയാളെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. മറിച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നു അർ റഹീം. സംഗതിയൊക്കെ ശരി തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും ഞാൻ നോക്കൂല, എല്ലാവർക്കും ചിലപ്പോൾ വാരിക്കോരി ഞാൻ കൊടുക്കും. പക്ഷേ നാളെ മരണത്തിന് ശേഷം ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പിടികൂടും. അവിടെ തീർച്ചയായിട്ടും നീതിക്കായിരിക്കും അവിടെ സ്ഥാനം. ഇവിടെ വഴിപ്പെട്ട് അധ്വാനിച്ച് തഖ്വ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് മാത്രമേ അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അവിടെ അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ച ആളുകൾ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും. ആ വിശ്വാസമാണ് മോമിനീങ്ങൾക്കുണ്ടാവേണ്ടത്. അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു വണ്ടി വിൽക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക പ്രതിസന്ധി വരലോ എന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ വില കുറച്ച് കാണലാണ്, കളിയാക്കലാണ്. ഒരിക്കലും അങ്ങനെ ഒരു ശിക്ഷ അള്ളാഹു ആർക്കും ഈ ഭൂമിയിൽ വെച്ച് കൊണ്ട് കൊടുക്കുകയില്ല. എല്ലാ ശിക്ഷ കൊടുക്കലും കൂലി കൊടുക്കലും എല്ലാ ഹിസാബും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ചാണ് നൽകുന്നത് എന്ന ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഏതായിരുന്നാലും നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു ചെയ്യുന്നത് ഒട്ടും നമുക്ക് ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അഥവാ നല്ല നിലക്ക് ജീവിച്ചു പോകുന്ന ഒരു നാട്ടിൽ വന്നുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗക്കാരെ മാത്രം കുറ്റപ്പെടുത്തി അവരെ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതൊരിക്കലും ഞാനതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാനും ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ അള്ളാഹു പൂർണ്ണ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.